വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന പുസ്തകത്തിൽ നിന്ന് ഉൽപ്പത്തി 2 ഏദൻ തോട്ടം. യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാഴ്ചയ്ക്ക് മനോഹരവും ഭക്ഷിക്കുവാൻ നല്ല ഫലങ്ങളുള്ളതുമായ സകലവിധ വൃക്ഷങ്ങളും തോട്ടത്തിൻ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. തോട്ടം നനയ്ക്കുന്നതിന് ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖകളായി പിരിഞ്ഞു. ഒന്നാമത്തേത് പീശോൻ എന്നു പേരാകുന്നു. അത് പൊന്നുള്ള നാടായ ഹവീല ദേശമൊക്കെയും ചുറ്റിയൊഴുകുന്നു. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാണ്. അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട്. രണ്ടാമത്തെ നദിക്ക് ഷീഹോൻ എന്നു പേരാകുന്നു. അത് കൂഷ് ദേശമൊക്കെയും ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിക്ക് ഹിദേക്കൽ എന്നു പേരാകുന്നു. അത് അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. നാലാമത്തെ നദി യഫ്രട്ടീസ് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ സൂക്ഷിക്കുന്നതിനുമായി അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും. താങ്ക് യു. ധന്യവാദം.